ബ്രെഡ് ബോർഡിൽ കമ്പോണൻസ് എങ്ങനെ പ്ലേസ് ചെയ്യും എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ബ്രെഡ് ബോർഡിൽ എങ്ങനെയാണ് കണക്റ്റിംഗ് പോയിൻറ്റ്സിൽ എങ്ങനെ കമ്പോണൻസ് പ്ലേസ് ചെയ്യും എന്നുള്ളത്. ബ്രെഡ് ബോർഡ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു സർക്യൂട്ട് ചെക്ക് ചെയ്യണ സമയത്ത് ഔട്ട്പുട്ട് നോക്കണമെങ്കിൽ നമ്മൾ ബ്രെഡ് ബോർഡിൽ വെച്ചിട്ടാണ് നോക്കുന്നത്. സർക്യൂട്ട് നമ്മൾ ഡയറക്റ്റ് PCBയിൽ കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ PCBക്കകത്താണെങ്കിൽ നമ്മൾ സോൾഡർ ചെയ്തല്ല കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ കമ്പോണൻസ് റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ. ഇതിനകത്താണെങ്കിൽ കമ്പോണൻസ് സോൾഡർ ചെയ്യണ്ടല്ലോ, ജസ്റ്റ് ഈ കണക്റ്റിംഗ് പോയിൻറ്റ്സിനകത്ത് നമ്മൾ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് കമ്പോണൻസ് വെക്കുക, അല്ലെങ്കിൽ ഇതിനകത്ത് എങ്ങനെയാണ് കണക്റ്റിംഗ് പോയിൻറ്റ്സ് എന്നുള്ളതാണ് പറയുന്നത്. ഇതിനകത്ത് കണക്റ്റിംഗ് പോയിൻറ്റ്സ് ഇവിടെ കണ്ടോ, വെർട്ടിക്കലി കുറേ ഹോൾസ് കണ്ടോ, ഈ ഹോൾസാണ് നമ്മൾ കണക്റ്റിംഗ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഇവിടെയാണെങ്കിൽ വെർട്ടിക്കലിയാണ് കണക്ഷൻ വരുന്നത്. ഇവിടെ 5 പോയിൻറ്റ്സ്, 1 2 3 4 5, അങ്ങനെ ഈ 5 പോയിൻറ്റ്സുകളെല്ലാം ഇൻറ്റേർണലി കണക്റ്റഡ് ആണ്. അപ്പോൾ ഒരു കണക്ഷന് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂഷൻ വരുന്നത് നമുക്ക് ഈ ഹോൾസിലെല്ലാം കൊടുക്കാം. അപ്പോൾ ഈ 5 എണ്ണം കണക്റ്റഡ് ആണ്, അതുപോലെ ഈ 5 എണ്ണവും കണക്റ്റഡ് ആണ്. ഇവിടെ എല്ലാ 5 കണക്റ്റിംഗ് പോയിൻറ്റ്സ് ഉണ്ട് വെർട്ടിക്കലി. ഇനി ഇവിടെയാണെങ്കിൽ ഹൊറിസോണ്ടലിയാണ് കണക്ഷൻ വരുന്നത്. ഈ എൻഡിൽ ഇവിടെ തൊട്ട് ഇതുവരെ 25 കണക്റ്റിംഗ് പോയിൻറ്റ്സ് ഉണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞത് 5 കണക്റ്റിംഗ് പോയിൻറ്റ്സ് എന്നുള്ളൂ. ഇവിടെയാണെങ്കിൽ 25 കണക്റ്റിംഗ് പോയിൻറ്റ്സ് വരും. ഈ താഴേന്ന് ഇവിടം വരെ 25 കണക്റ്റിംഗ് പോയിൻറ്റ്സ്. ഇവിടെ ഹൊറിസോണ്ടലിയാണ് കണക്ഷൻ വരുന്നത്, ഇവിടെ വരുന്നത് വെർട്ടിക്കലി. അതുപോലെ ഇവിടെ നിന്ന് ഇതുവരെ 25 പോയിൻറ്റ്സ് കണക്റ്റിംഗ് പോയിൻറ്റ്സ് വരുന്നുണ്ട്, ഇവിടെയും 25. ചില ബ്രെഡ് ബോർഡിനകത്ത് ഈ എൻഡ് മുതൽ ഈ എൻഡ് വരെ കണക്റ്റിംഗ് പോയിൻറ്റ്സ് ഉണ്ട് ഹൊറിസോണ്ടലി. അതുപോലെ തന്നെ ഇവിടെയും 25 കണക്റ്റിംഗ് പോയിൻറ്റ്സ്, ഇവിടെ നിന്ന് ഇവിടെയും വരെ 25 കണക്റ്റിംഗ് പോയിൻറ്റ്സ്. ഇതും തമ്മിൽ കണക്ഷൻ ഇല്ല. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു വെർട്ടിക്കലി, ഇവിടെയും വെർട്ടിക്കലി, ഇവിടെ ഹൊറിസോണ്ടലി കണക്ഷൻ. ഇതിൻ്റെ ഇൻറ്റേർണലി എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൻ്റെ ഈ ബാക്ക് കവറ് നമ്മളിങ്ങനെ ഊരാണെങ്കിൽ ഇങ്ങനെയാണ് ഉണ്ടായിരിക്കുക. ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ, ഇവിടെ 5 കണക്റ്റിംഗ് പോയിൻറ്റ്സ് പറഞ്ഞില്ലേ, അതിൽ ഈ ഒരെണ്ണമാണ് ഇങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇപ്പുറത്തെ ആണ് ഇതിൻ്റെ ഈ സൈഡിലാണ് ഹോൾസ് വരുന്നത്. ആ ഹോൾസിലാണ് നമ്മൾ കമ്പോണൻസ് പ്ലേസ് ചെയ്യണം. കണ്ടോ, ഇതിനകത്ത് ഒരെണ്ണത്തിനകത്ത് 5 ഹോൾസ് വരുന്നുണ്ട്. കണ്ടോ, 1 2 3 4 5 കണക്ഷൻസ്. അപ്പോൾ ഈ ഹോൾസിലാണ് നമ്മൾ ഓരോ കമ്പോണൻറ്റും ഇങ്ങനെ ഇറക്കി വെക്കുന്നുണ്ടാവുക. കമ്പോണൻറ്റിൻ്റെ ലെഗ് ഇതിനകത്താണ് നമ്മൾ വെക്കുന്നുണ്ടാവുക. ഈ പോയിൻ്റ് കണ്ടോ, ഇവിടെ നിന്ന് ഇതുവരെ 25 പോയിൻറ്റ്സ്, ഇവിടെ ഒരു 5 അങ്ങനെ ഇതെല്ലാം ഇൻറ്റേർണലി കണക്ഷൻ ഉണ്ട് ഇവിടെ. അതുപോലെ ഇവിടെ കണക്റ്റഡ് അല്ല, കണ്ടോ, ഇവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. ഇവിടെയും അങ്ങനെ തന്നെ 25 കണക്ഷൻ വരും, പിന്നെ ഇവിടെ ഒരു ഗ്യാപ്പ് വരും. അപ്പോൾ ഇവിടെ ഹൊറിസോണ്ടലി വരും, ഇവിടെ വെർട്ടിക്കലിയാണ് കണക്ഷൻ. ഇതാണ് ഇതിൻ്റെ ഇൻറ്റേർണൽ ഉൾഭാഗത്ത് വരുന്നത്. ഇനി ഇതിനകത്ത് എങ്ങനെ നമ്മൾ കമ്പോണൻസ് പ്ലേസ് ചെയ്യുന്നൊക്കെ, നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കമ്പോണൻ്റ് ആണ് റെസിസ്റ്റർ എങ്ങനെ യൂസ് ചെയ്യുന്ന നോക്കാം. റെസിസ്റ്ററിൻ്റെ ഈ 2 ലെഗ് ഉണ്ടല്ലോ, 2 ലെഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ ഒരു ഹോളിൽ ഒരു ലെഗും അടുത്തത് ഇവിടെയാണ് നമ്മൾ വെക്കുന്നുണ്ടാവുക, പ്ലേസ് ചെയ്യുന്നുണ്ടാവുക. അത് നമുക്ക് ഇങ്ങനെ വെക്കാൻ കഴിയില്ല, കാരണം എന്താ, ഇത് ഇൻറ്റേർണലി ഷോർട്ടായിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങനെ കണക്ട് ചെയ്യാം, അതായത് ഇവിടെയും കണക്ഷൻ വരില്ല. ഇവിടെ കണക്ട് ചെയ്താൽ എന്താ ഉണ്ടാകുന്നത്, ഈ 2 പോയിൻറ്റും നമ്മൾ ഇൻറ്റേർണലി ഇങ്ങനെ ഷോർട്ടാക്കിയ പോലെയാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ പ്ലേസ് ചെയ്യുക ഇങ്ങനെയാണ് പ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ ഈ എൻഡിലാണെങ്കിലോ നമുക്കിങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റുമോ, ഹൊറിസോണ്ടലി ഇല്ല, എന്ന് വെച്ചാൽ ഷോർട്ടായിരിക്കും. ഇവിടെ ഇങ്ങനെയല്ല കണക്ഷൻ വരുന്ന കണക്റ്റിംഗ് പോയിൻറ്റ്സ്, ഇവിടെ ഇങ്ങനെയാണ് കണക്ട് ചെയ്യുക. അപ്പോൾ ഈ റെസിസ്റ്റർ ആയാലും നമുക്ക് ഡയോഡായാലും ഇങ്ങനെ തന്നെയാണ് കണക്ഷനുകൾ വരുന്നത്. ഇനി ഇതിനകത്ത് വരുന്ന ഇപ്പോൾ കപ്പാസിറ്റർ ആണെങ്കിൽ കണക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് വരാം. ഒരു ഹോള് ഇവിടെയും ഒരു അടുത്ത ലെഗ് അടുത്ത
ഹോളിൽ, അതായത് കണക്റ്റിംഗ് പോയിൻറ്റ്സിലോ ഇങ്ങനെയായിരിക്കും നമ്മൾ പ്ലേസ് ചെയ്യുന്നുണ്ടാവുക. ഇതും ഈ ഒരു താഴത്തെ ഹോളിൽ പ്ലേസ് ചെയ്യാം. പക്ഷേ ഇതേ സെയിം കോളത്തിനകത്ത് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഷോർട്ട് ആവും. ഇനി ഇപ്പോൾ ഈ റെസിസ്റ്റർ പറഞ്ഞില്ലേ, റെസിസ്റ്റർ ഇങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യാന്ന് പറഞ്ഞു. ഇതിനെ നമ്മൾ ഹൊറിസോണ്ടലി കണക്ട് ചെയ്തു എന്നാണ് പറയുക. ഇനി ഈ റെസിസ്റ്റർ തന്നെ നമുക്ക് വെർട്ടിക്കലി കണക്ഷൻ കൊടുക്കാം. ഇങ്ങനെ അതായത് തൊട്ടടുത്ത് വരും കമ്പോണൻറ്റ്. ഇപ്പോൾ PCBക്കകത്ത് ചില സമയത്ത് ഇങ്ങനെ കാണാം സോൾഡർ ചെയ്തിട്ട്, ചില സമയങ്ങളിൽ ഇങ്ങനെയായിരിക്കും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലി റെസിസ്റ്റർ സോൾഡർ ചെയ്തു എന്നാണ് പറയുക PCBക്കകത്ത്. നമ്മളെല്ലാതും ഇങ്ങനെ തന്നെയായിരിക്കും വയ്ക്കുക. ചില കേസുകളിൽ മാത്രം ഇങ്ങനെ വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ പ്ലേസ് കുറവ് വരുന്ന സമയത്ത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് IC ബ്രെഡ് ബോർഡിൽ വെക്കുമ്പോഴാണ്. IC വെക്കുമ്പോൾ ICൻ്റെ ലെഗുകൾ ഇപ്പം ഇതിന് പാരലായിട്ട് തന്നെയാണ് നമുക്ക് ഇവിടെ വരുന്നുണ്ടാവുക. അപ്പോൾ പ്ലേസ് ചെയ്യുക ഈ എൻഡിലും ആയിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്യുക. നമുക്ക് ഈ ഭാഗവും ഈ ഭാഗം തമ്മിൽ കണക്ഷൻ ഇല്ലല്ലോ. ഈ 5 പോയിൻറ്റ്സും ഈ 5 പോയിൻറ്റ്സും തമ്മിൽ കണക്ഷൻ ഇല്ല. അപ്പോൾ ഇങ്ങനെയാണ് IC കണക്ട് ചെയ്യുക. IC കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഈ 2 എൻഡിൽ നമുക്ക് ഈ പോയിൻറ്റിൽ കണക്ട് ചെയ്യാൻ പാടില്ല. കാരണം ഇത് തമ്മിൽ ഷോർട്ടായി പോകും. അതായത് ഇതിൻ്റെ ഫസ്റ്റ് പിന്നും ഇത് 8 പിന്ന് IC ആണ്. അപ്പോൾ ഈ ഫസ്റ്റ് പിന്നും ഈ 8 പിന്നും തമ്മിൽ കണക്റ്റഡായി പോകും. അപ്പോൾ നമ്മൾ കണക്ഷൻ ഇതിനകത്ത് ബ്രെഡ് ബോർഡിനകത്ത് IC കണക്ട് ചെയ്യുക ഈ രീതിക്കാണ്. ഇനിയിപ്പോൾ ഒരു സർക്യൂട്ട് വരച്ചിട്ട് ഇതിനകത്ത് റെസിസ്റ്റർ എങ്ങനെ പ്ലേസ് ചെയ്യുന്നു നോക്കാം. ഞാൻ ഇതിനകത്ത് 2 റെസിസ്റ്റർ ഇങ്ങനെ സീരീസ് ആയി കൊടുക്കുന്നുണ്ട്. അതിന് പാരലായിട്ട് ഒരു റെസിസ്റ്റർ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. ഇതെങ്ങനെ ബ്രെഡ് ബോർഡിനകത്ത് കണക്ട് ചെയ്യുന്നത്, ഞാൻ റെസിസ്റ്ററിൻ്റെ വാല്യൂ ഒന്നും പറയുന്നില്ല, ജസ്റ്റ് ഏതെങ്കിലും ഒരു 3 റെസിസ്റ്റർ എടുത്ത് എങ്ങനെ കണക്ട് ചെയ്യുന്നത് നോക്കുന്നത്. ഇപ്പോൾ ഈ എൻഡ് ഇതാണെന്ന് വിചാരിക്കാം. അതായത് റെസിസ്റ്ററിൻ്റെ ഒരു ലെഗ് ഇത്, അടുത്ത ലെഗ് ഇത്. അപ്പോൾ ഈ റെസിസ്റ്ററിൻ്റെ ഈ ഒരു ലെഗായി, ഈ ഒരു ലെഗായി. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്ലേസ് ചെയ്യുക? ഈ ഒരു ഹോളിൽ പ്ലേസ് ചെയ്യും. അടുത്തത് ഞാൻ ഈ ഹോളിൽ പ്ലേസ് ചെയ്തെന്ന് വിചാരിക്കാം. ഇനി അടുത്ത ലെഗ് എവിടെയായിരിക്കും നമ്മൾ പ്ലേസ് ചെയ്യാം? ഈ ലെഗിൻ്റെ പോയിന്റിലായിരിക്കണം അടുത്ത റെസിസ്റ്ററിൻ്റെ പോയിന്റ്. അതായത് ഈ ലെഗ് ഇവിടെയാണ് നമ്മൾ പ്ലേസ് ചെയ്തത്. അതിൻ്റെ കണക്ഷൻ എവിടെ വരുന്നത്? ഇതിൻ്റെ തൊട്ട് താഴെയാണ് വരുന്നത്. സീരീസ് ആയിട്ടാണ് നമ്മൾ കണക്ഷൻ വരുന്നത്. അപ്പോൾ തൊട്ട് താഴെ ഇത് ഇങ്ങനെ വെക്കാം. എന്നിട്ട് അടുത്ത ലെഗ് ഞാനിവിടെ പ്ലേസ് ചെയ്തു. ഇനി ഇതെങ്ങനെയാണ് വരുന്നത്? ഈ റെസിസ്റ്ററിൻ്റെ ഈ ലെഗിൻ്റെ എവിടെയാണ്. അപ്പോൾ ഇവിടെയും അടുത്ത ലെഗ് എവിടെയാണ് വരുന്നത്? ഈ എൻഡിലാണ് വരുന്നത്. ഇത് പ്ലേസ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ഇത് വെച്ചിട്ട് ഇവിടെ നിന്ന് ഒരു വയർ എടുത്തിട്ടാണ് വെക്കുക. ഞാൻ ഇത് കുറച്ചും കൂടി ലെങ്ത്ത് കുറച്ചിട്ട് വെക്കാം. ഈ പോയിൻ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇതിൽ നിന്ന് ഇവിടെ വെക്കാം. ഓക്കെ, അപ്പോൾ ഇത് ലെങ്ത്ത് കുറവായില്ലേ, അപ്പോൾ റെസിസ്റ്റർ നമുക്ക് വെക്കാൻ എളുപ്പമുണ്ടായിരിക്കും. ഇപ്പോൾ ഈ ലെഗ്, ഫസ്റ്റ് ലെഗ് ഇവിടെ, സെക്കൻഡ് ലെഗിൻ്റെ തൊട്ട് താഴെ തന്നെ അടുത്ത് വെച്ചു ഈ സർക്യൂട്ടിൽ. ഇപ്പോൾ ഈ ലെഗ് എന്ന് പറയുന്നത് ഇവിടെയാണ്, അടുത്ത പോയിന്റ് നമ്മൾ ഇവിടെ വെച്ചു. ഇനി ഈ റെസിസ്റ്റർ എങ്ങനെയാണ് വരുന്നത്? ഈ 2 റെസിസ്റ്റർ സീരീസ് കൊടുത്തതിന് പാരലാണ്. അപ്പോൾ ഫസ്റ്റ് ലെഗിൻ്റെ പോയിന്റിലും ഈ റെസിസ്റ്റർ വരുന്നത് ഇവിടെയായിരിക്കും. കണക്ഷൻസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.